സഹപാഠികൾ TCV ദിനേശനെ അനുസ്മരിച്ചു. ഐസി മൂൺ ഐസ്ക്രീം, എ ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്. പയ്യന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ 78, 79 SSLC ബാച്ച് കൂട്ടായ്മയായ ഓട്ടോഗ്രാഫ് അംഗങ്ങൾ ഗ്രൂപ്പിന്റെ സജീവ പ്രവർത്തകനും മുൻ പ്രസിഡന്റും പയ്യന്നൂർ കൽപ്പക കൺസ്ട്രക്ഷൻ ഉടമയും അറിയപ്പെടുന്ന സിവിൽ എഞ്ചിനീയറും സാമൂഹിക പ്രവർത്തകനുമായിരുന്ന TCV ദിനേശനെ അദ്ദേഹത്തിന്റെ 1ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് അനുസ്മരിച്ചു. ദിനേശനെ പറ്റി പറയുമ്പോൾ ദിനേശൻ ഞങ്ങൾ 5ാം ക്ലാസ് മുതൽ തുടങ്ങിയ ബന്ധമായിരുന്നു. അതിനുശേഷം കുറേ കൊല്ലങ്ങൾ, ഇത്രയും കൊല്ലങ്ങൾ ഒന്നിച്ച് തന്നെ രാത്രിയും പകലും ഏത് സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരവും ഇതും ഉണ്ടായിരുന്നു. ഒരു രാവിലെ എഴുന്നേറ്റ എന്താണ് ഇന്നത്തെ പരിപാടി, ഞാൻ ബോംബെയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും എല്ലാ ദിവസവും എന്താ പരിപാടി എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവുമായിരുന്നു. ദിനേശൻ്റെ ഒരു നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ സ്വാർത്ഥമായിട്ടുള്ള ഒരു കാര്യം ഇന്ന് വരെ ദിനേശൻ ചെയ്തിട്ടുണ്ടാവില്ല. പല മേഖലയിലും സ്വന്തം ഇത് ഉപേക്ഷിച്ചിട്ടാണ് ചെയ്യാറ്. എല്ലാ കാര്യത്തിലും, ഏത് ലയൺസ് ക്ലബ്ബായാലും നമ്മുടെ ഈ 10ാം ക്ലാസ് ഞങ്ങളുടെ പോളിയുടെ കൂട്ടായ്മ, എല്ലാത്തിലും സൈലൻ്റായിട്ടും വളരെ ആക്റ്റീവായിട്ടും ദിനേശന് ഇല്ലാത്ത ഒരു സംഘടന അന്നേരം നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. പല കാര്യങ്ങളും ഒരു കോർണറിൽ ഇരുന്നാൽ മതി. ദിനേശൻ രൂപകൽപ്പന ചെയ്ത് ഓട്ടോഗ്രാഫിന്റെ ആഭിമുഖ്യത്തിൽ ഹൈസ്കൂൾ അങ്കണത്തിൽ നിർമ്മിച്ചു നൽകിയ ഗ്രീൻ തെറാപ്പി പാർക്കിൽ വെച്ച് നടന്ന ചടങ്ങിന് ഓട്ടോഗ്രാഫ് സെക്രട്ടറി ജനാർദ്ദനൻ സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് PKV അശോകൻ അധ്യക്ഷത വഹിച്ചു. കുഞ്ഞികൃഷ്ണൻ, രമേശ് പയ്യന്നൂർ, സുരേഷ് കേളോത്ത്, KK മുരളീധരൻ, ബാബുരാജ്, ഷാഫി, വിശ്വനാഥൻ, ശശിധരൻ, വിജയകുമാരി, ശൈലജ, രാജശ്രീ, നാരായണി തുടങ്ങിയ നിരവധി സഹപാഠികൾ ദിനേശനെ അനുസ്മരിച്ചു. നമ്മൾ ഈ ഗ്രീൻ തെറാപ്പി പാർക്ക് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ സമയത്തുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ അശോകൻ പറഞ്ഞല്ലോ. ആ സമയത്ത് എല്ലാ ദിവസവും ദിനേശൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ഉദ്ഘാടന സമയത്ത് എല്ലാം ദിനേശൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്ര പെട്ടെന്ന് ഇതൊരു TCV ദിനേശൻ മെമ്മോറിയൽ പാർക്ക് എന്ന് നാമകരണം ചെയ്യേണ്ടി വരും നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ദിനേശൻ നമ്മൾ വിട്ടുപോയ സമയത്ത് നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഗ്രീൻ തെറാപ്പി പാർക്കിൽ ദിനേശൻ്റെ ഒരു പേര് വരണം എന്നുള്ളത്. അങ്ങനെ നമ്മൾ പല കമ്മിറ്റി മീറ്റിങ്ങുകളിലും അത് ഡിസ്കസ് ചെയ്ത് അവസാനം തീരുമാനിച്ച് ഇതിപ്പം വളരെ പെട്ടെന്ന് ചെയ്തതാണ് അങ്ങനെ ഒരു നാമകരണം. അത് നമുക്ക് എന്തും ദിനേശനെ ഓർമ്മിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ലൊരു സ്മാരകമാണ്. പയ്യന്നൂരിൻ്റെ ഹൃദയഭാഗത്ത് ദിനേശനെ ഓർമ്മിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും മികച്ച ഒരു സ്മാരകമാണ് ഈ ഗ്രീൻ തെറാപ്പി പാർക്ക്. നമ്മൾ എന്നും ഇതിലൂടെ പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ദിനേശനുണ്ടാവും. ഇപ്പോഴും എനിക്ക് ഈ ടൗണിലൂടെ സഞ്ചരിക്കുമ്പോൾ പലയിടങ്ങളിലും പല ഷോപ്പുകളിലും പല ഓഫീസുകളിലൊക്കെ പോകുമ്പോഴൊക്കെ പല സ്ഥലത്തും ഞാൻ പതിവായിട്ട് ദിനേശനെ കാണാറ് സംസാരിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അത്രമേൽ നമ്മളെ സ്വാധീനിച്ച ഒരാളാണ് ദിനേശൻ. ഇപ്പോഴും ദിനേശൻ എവിടെയൊക്കെയോ ഉള്ള ഒരു പോലെ ഫീല് എനിക്കുണ്ട്. അത് നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ടാവും. എന്തായാലും TCV ദിനേശൻ്റെ വേർപാട് അല്ലെങ്കിൽ അസാന്നിധ്യം നമുക്ക് വലിയൊരു നഷ്ടം തന്നെയാണ്. ട്രഷറർ VP സദാശിവൻ നന്ദി പ്രകാശനം നടത്തി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലൂട്. പ്രകൃതിയുടെ മടിത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്. ഉഴിച്ചിൽ, കിഴികൾ, ധാര, വസ്തി, നസ്യം, പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം, കൃത്യതയാർന്ന പരിചരണം, പ്രകൃതിദത്ത ഭക്ഷണം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ.